ഊരിൽ പോയി Hello guys, welcome back to Murshi's Miracle. Welcome to Murshi's Miracle. ഷേപ്പൊക്കെ പോയിട്ടുണ്ടല്ലോ ഫേസിൻ്റെ ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് വീങ്ങിയാണ്ട് ഷേപ്പൊക്കെ പോയി. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരാണ് വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനാണ് കൊണ്ടുപോയിടാൻ ഇന്നത്തെ വേസ്റ്റ് ഞാൻ എടുക്കണം. ഡയറി മിൽക്കൊക്കെ തിന്നു കേട്ടോ. മറ്റേ ഓല് കണ്ട ഇവിടെ അടി ഉണ്ടാക്കും. കാണുന്നതിന് മുമ്പായിട്ട് വേസ്റ്റൊക്കെ എടുത്തിട്ടെ. അജ്മല ഏതാണ് കീടോ? ഏതാ ചെയ്യ പൈസ തരാനിട്ടാ? നാസ്ത തരണ്ടോ? നാസ്തിച്ചപ്പോൾ ഈ തിന്നതൊക്കെ പിന്നെത്താ വേസ്റ്റ് എന്തേനെ? ഇത് കലിപ്പില് പക്ഷെ അവിടെ ഇതാ തെറ്റില്ല. ചോദിച്ചാ ചെങ്ങായി തെറ്റിക്കൂടോ മെയിൻ്റാക്കി. അതാ ഈ കലിപ്പന് കലിപ്പടോ തെറ്റിക്കണം ചെങ്ങായി അജ്മൽ തെറ്റിലാണ്. അതിനെന്താ നാസ്താക്കി കൊടുക്കാഞ്ഞിട്ട് ആ ചെങ്ങായി മെയിൻ്റാക്കണില്ല. ബാക്കിൽ വരുന്നുണ്ട് തെറ്റിക്കലിപ്പിട്ട് കണ്ട് വരുന്നുണ്ട്. പൊതുവെ കുറേ നായ്ക്കളെ നായിൻ്റെ മക്കൾ എന്താ ഈ ഒരു സംഭവം എല്ലാ പേരൻ്റെ ഇതിന് പോകും. ഇവിടെ നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ഒരു ഇതുകൊണ്ടും ഇങ്ങോട്ടും തെറ്റാത്ത കോലത്തിൽ കറക്റ്റ് ചെയ്യാണ്ട് ഞങ്ങൾ വരക്കും. ഒരു കോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാടില്ല. ഈ സൈഡിലേക്ക് ഒരു വരണ്ട് ആ വര അപ്പുറത്തും കറക്റ്റായിട്ട് ഞങ്ങൾ ഓണപ്പൂവൊക്കെ ഇടുന്നാരി എന്താ സംഭവം എന്നുള്ളതാവുമല്ലോ. അറിയുന്ന പോലെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല. നെതലിന് കുറച്ച് വലിപ്പം കൂടിയാണല്ലോ. വേസ്റ്റ് ഉണ്ട് കയ്യിൽ. വേസ്റ്റ് എടുത്തുകൊണ്ട് അവിടെ ഇവിടെ വേസ്റ്റ് ഇടാനായിട്ടൊരു സംഭവം ഉണ്ട്. നമുക്ക് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവം ഇല്ലാത്തുള്ളൂ. പിന്നെ പക്ഷേ ഇവിടെ അതിൻ്റെ അവസ്ഥ. ഇവിടെ അതേമാതിരി വേസ്റ്റ് ഇടാനായിട്ടുള്ള ബോക്സ് ഉണ്ട്. അതൊക്കെ ആകെ തട്ടി മറിച്ചിട്ടിരിക്കണം. പിന്നെ അത് നേരത്തെ അങ്ങ് കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലായാലും ഓരോ പഞ്ചായത്തിൻ്റെ അണ്ടറിലാണെന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുവിധം ആളുകളൊക്കെ റോട്ടിൽ റോട്ടുമേൽ എന്തിരുന്നേ വേസ്റ്റ് ഇടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എന്തെങ്കിലും സജ്ജീകരണം പഞ്ചായത്ത് വഴി ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ. കാരണം വേസ്റ്റ് ഇടാൻ ആളുകൾ കത്തിച്ചാനും പാടില്ല. വേസ്റ്റ് ഇടാൻ ആളുകൾക്ക് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് ആളുകൾ ഈ റോട്ടുമേലും റോഡ് സൈഡിലൊക്കെ കൊണ്ടുവന്ന് തള്ളണത്. വിദേശത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരളം വിട്ട് പോയിക്കുകയാണെന്നുണ്ടെങ്കിലും അവസ്ഥ അതാണ്. എല്ലായിടത്തും എന്തുണ്ടാവും വേസ്റ്റ് ഇടാനുള്ള ഒരു ബോക്സ് ഉണ്ടാവില്ല എല്ലായിടത്തും. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ആ സംഭവം ഇല്ലാത്തത്. അത് നല്ലൊരു കാര്യമാണ്. വേസ്റ്റിലുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ എന്തുണ്ടാക്കുക ഈ റോട്ടുമ്പോൾ കൊടുന്ന് തള്ളുന്ന വേസ്റ്റ് കാര്യങ്ങളും ഇതൊക്കെ ഒഴിവാക്കുക. കുറേയൊക്കെ നിൽക്കുക. അതിനെന്തെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്താൽ ഏറ്റവും ബെറ്ററായി. ഇതേമാതിരി വലിയൊരു വേസ്റ്റ് ഇടാനായിട്ട് ഓരോ ഏരിയയിലും എന്ത് ചെയ്യുക, വലിയ ഒരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം എന്ന് പറഞ്ഞാൽ ബോക്സ് വെച്ച് കൊടുക്കുക. ഈ ആൾക്കാർ വേസ്റ്റ് ഇട്ടോട്ടെ അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വേസ്റ്റ് ഇടൽ തുടങ്ങും. അതൊന്നുമില്ല, ഒരു സജ്ജീകരണമില്ല. ഉള്ളത് മുഴുവൻ മുക്കി നടക്കുക. എന്നിട്ട് വേസ്റ്റ് ആളുകൾ കൊടുന്ന് തള്ളുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കുക. അതെടുക്കണം നല്ലതാണ്. പക്ഷേ അതിനെന്തെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തും കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും എന്തുണ്ട്, അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ തമിഴ്നാട് ഏരിയയിലാണ്, ബോർഡർ ഏരിയയിലാണ്. ഇവിടെ അതേമാതിരി വേസ്റ്റ് കൊണ്ട് തട്ടാനൊരു ബോക്സ് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാരാനായിട്ട് കുറച്ച് ആൾക്കാർ അതിനായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ ട്രാക്ടർ പോലത്തെ സാധനം, ഇതിൽ ഇറ്റിങ്ങൾ എല്ലായിടത്തും പോയിക്കൊണ്ട് വേസ്റ്റ് വാരിക്കാണ്ട് അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുപോയി തട്ടും. ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജൈവം എന്താ മറ്റേ ബയോഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൂടെ. എല്ലാ സംഭവത്തിൽ നിന്നും എന്തുണ്ട്, എന്തേലൊക്കെ ആയിട്ട് നമുക്ക് ഉപകാരമുള്ള സംഗതികളുണ്ടല്ലോ, ആ നിലയിലും ചിന്തിച്ചുകൊണ്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യനാണ്. കേരളം എവിടെ നന്നാകാൻ, എവിടെ നന്നാവില്ല. ഇതേമാതിരി വരും എല്ലാ കടയിലും എവിടെയും ബന്ധുകൊണ്ട് സാധനം എടുത്തുകൊണ്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ മാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യും ആൾക്കാർ റോട്ടുമ്പോൾ അവിടെയും ഇവിടെ നിന്നാണ്ട് വേസ്റ്റ് കൊണ്ടുപോയിടുന്നത്. ആകെപ്പാടെ കുറച്ച് താടിയുള്ളൂ. ഉള്ള താടിയുണ്ടോ ഈ ബാക്കി? അല്ല, ഫുൾ ഡയലോഗ് ഇതാ ഇവര്. നിറയെ താടി ഇருக்கு, അത് ഇത് കൂടെ താടി വരച്ചു. ഡയലോഗ് മാത്രം ഉണ്ടാവും അവര്. ആങ്കി എപ്പടി അങ്കി ഇരിക്കട്ടെന്ന് എവിടെ ഇരിക്കാന് ചെലക്കാ പോടാർന്ന് ഊരില് പോയിട്ട് ചോടാനുള്ള അടിച്ചു தலைய பிடிக்கிறா எங்க கொஞ்சம் ഞാൻ നെക്സ്റ്റ് വീക്ക് ഊര് പോയിട്ട് വരും. അപ്പൊ തരാ പോട്ടുക്കോ என்ன தரா கொஞ்சம் தான் இருக்காரு. அங்கே இருக்கട്ടെ എങ്ക ഇരിക്കട്ടെ. അതിന് താടി വിടടാ, എനിക്ക് നൂലല്ലടാ അത് താടിയുടെ. ഇൻസുലേഷൻ ടൈപ്പ് എടുത്തന്നെ അതിൻ്റെ ഉള്ള താടി പറിച്ചെടുക്കുകയാണെങ്കിൽ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭയങ്കര ഡയലോഗ്, താടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നാളെ പഠിച്ചണം നീട്ടണം എന്നൊക്കെ പറഞ്ഞാണ്. കൊടുക്കൂട് எங்க அவர் விட்டாதானே எவ்வளவு பாக்கட்டும். നാളേക്ക് പാക്കലാം. നാളെ എവിടെ താടി ഇവരുടെ താടി അണ്ണാ ബ്രോ, ഇവരുടെ താടി പറിക്കുന്നത് ഇവർക്ക് എങ്ക താടി എങ്ക ബ്രോ? താടി കീഴ താടില്ല ബ്രോ, നൂല് നൂലില്ല ഇല്ല. അതിന്റെ മീനിങ് പുരിയാതെ. എന്നാ അത് മീനിങ് എന്നാ? ചെക്കൻ നാട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കിയതാണേ, വാങ്ങിയതാണേ. അച്ചാർ കൊണ്ടുവരാൻ പറഞ്ഞു. ഏതാ മാങ്ങ? വർഷൻ്റെ. താങ്ക് യു. ഈ സാധനം നാട്ടിലില്ലേ, കുറേ അന്വേഷിച്ച്. ഇനി വർഷൻ്റെ അച്ചാർ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ചോദിച്ച് അടങ്ങേറാക്കിയപ്പോൾ ചെക്കൻ വാങ്ങിക്കൊണ്ടുവന്ന. അല്ല ഇതിപ്പോൾ ഇങ്ങനെ തിന്ന് പക്ഷേ സ്പൂണൂടെ വിരലിട്ട് നക്കേണ്ടി വരുമല്ലോ. വർഷക്ക് പ്രൊമോഷൻ ആയിക്കോട്ടെ. ചെക്കൻ ഭയങ്കര സാഡ്. പെരയിൽ നിന്ന് അമ്മാനെ എല്ലാവരും പിരിഞ്ഞപ്പോൾ ഭയങ്കര സാഡിലാണ്. ഇത് ചോദിച്ചിട്ട് മുണ്ടണമെന്നില്ല. കട്ട ഓ ഇർഷാദ് നാട്ടിൽ നിന്ന് കൊടുന്ന കണ്ടന്റ്. ഇർഷാദ് നാട്ടിൽ നിന്ന് കൊടുന്ന അച്ചാറാണ്. ചെക്ക് കയ്യിലില്ല, അത് ഒഴിവാക്കണ്ട, ഇളക്കിയാൽ മതി. പൊട്ടാ എന്താ ഇത് നാട്ടിന് ഇളക്കിക്കാൻ ഇട്ടാണ്ട് നന്നായിട്ട് കൊടുക്കാം. ഓയിലൊക്കെ ഉണ്ട്. പോട്ടെ കുറച്ചിട്ടാ മതി. മതി. ഇതാക്കാം എനിക്കുള്ള ഇജ്ജാണ്ട് അത് കൊണ്ടേക്കണം. എനിക്കും വേണോ? പറയും ടേസ്റ്റ് പറയും. എപ്പടി ഇരിക്കും? പോരെ രസണ്ടാ? ആ ജി ഉള്ളു എന്താ കാണാം. ചോറ് തിന്നുന്നത് ഇഞ്ചാരാ നമുക്ക് കണ്ട പോയി. ഞാൻ റിഷാന് ഒരു തുടി വിടും സാധനത്തിനായിട്ട്. ഈ സാധനം ഇവിടെ കിട്ടാനില്ല. ഇത് എൻ്റെ പുതപ്പല്ലേ? ഇത് മറ്റേ ട്രെയിനിൽ അടിച്ചു മാറ്റിയതാണല്ലോ.
ട്രെയിനിൽ മറ്റേ ഇതിലുണ്ടാവും, മറ്റേ സ്ലീപ്പർ സിയിലുണ്ട്, AC കോച്ചിൽ കൊടുക്കുന്ന സാധനമുണ്ട് സത്യോ. അപ്പം ഇന്ത്യൻ റെയിൽവേ ഇത് കാണുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനാണ് ആൾ അജ്മൽ. ഇവനെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുക. റെയിൽവേന്ന് ഒരു AC കോച്ചിൽ വന്നപ്പോൾ അതിൽ ഒരു തൺകണീന് ഇട്ടിരുന്ന സാധനം ഓനെ അടിച്ച് മാറ്റി ബാഗിലിട്ടാണ്ട് കൊണ്ടുവന്നതാണ്. സംഗതി കാണിച്ചില്ല. ഇപ്പം എന്താ നോക്കണറിയോ, ഓനെ അവൻ്റെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എറുമ്പ് വരുന്നുണ്ട്. എറുമ്പ് വരുത്ത നിന്നിക്കണോ നോക്ക്. സത്യം പറയണത് ഞാൻ അവിടെ കുറച്ച് എറുമ്പുണ്ടേന്, അവിടെ നല്ല എറുമ്പുണ്ട്. ആ എറുമ്പിനൊക്കെ ഞാൻ അവിടുന്ന് പായിപ്പിച്ച് തുടച്ച് നന്നായിട്ട് മാറിക്കാണ്ട് കയറിയാണ്ട് നേരെ ഇതിൻ്റെ ലാപ്ടോപ്പൊക്കെ കയറിയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കയറി. എന്നാലും ഇങ്ങനെ അവൻ പടം കാണാടി കൂടെ എറുമ്പാളിങ്ങനെ വൈക്ക് ജാതമാരി ഇങ്ങനെ ഇറങ്ങിയായിരുന്നു ലാപ്ടോപ്പ്. കൊട്ടിയൊക്കെ ഇടാതെ നോക്കാ, കൊട്ടിയൊക്കെ എറുമ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഓൻ്റെ ഇഞ്ചത്തെ അതിൻ്റെ ഉള്ളിൽ വെക്കല, അതിൻ്റെ ഉള്ളിൽ എറുമ്പിനൊക്കെ പാർക്കാൻ മാത്രം. ഇത് എത്ര രൂപേൻ്റെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞേ? 15,000 രൂപ. കാര്യം പറയും ഇന്നലെ അങ്ങനെയല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞേ. 1,00,000 ലാപ്ടോപ്പ്. 1,00,000 ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളോട് വലിയ വർത്താനം പറഞ്ഞു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ്. കമൻറ്റ് ചെയ്തോളൂ ഇതിന് എത്ര പേരുണ്ട്. ചെക്ക് മറ്റീൻ്റെ ആളാണ് കേട്ടോ. മറ്റീൻ്റെ ആൾ പറഞ്ഞാൽ ഫസ്റ്റ് അങ്ങനല്ല, മറ്റേ എന്താണ് അതിന് പേരുതാ, ക്രിപ്റ്റോ കറൻസി. ഡോളർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ബന്ധപ്പെടുക. ഡോളർ സെറ്റാക്കി തന്നോളൂ. അതിൻ്റെ അത് കൊടുക്കണം. Instagram ID